പത്തനംതിട്ട ജില്ലയിലെ അടവിയിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. മനോഹരമായ സ്ഥലം, കാടുകളും അരുവികളും പച്ചിപ്പും ഞങ്ങളുടെ മനസ്സിനെ പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിച്ചു. കടുത്ത വേനൽ ചൂടിലും വറ്റാതെ നിൽക്കുന്ന ജലാശയങ്ങൾ ഞങ്ങൾ അവിടെ കണ്ടു. ജലാശയങ്ങളുടെ ഇരുകരകളിലും പച്ച വിരിച്ച് തലയുയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ നിറവ്യത്യാസം ഞങ്ങളിൽ കൗതുകമുണർത്തി. നീണ്ടു നിവർന്നു കിടക്കുന്ന ഹരിതശോഭ കൂടുതൽ ആസ്വദിക്കുവാൻ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇത് കല്ലാർ, അടവിയിലെ പ്രധാന ആകർഷണമായ ഒരു നദിയാണ് ഇത്. മീനച്ചൂടിന്റെ അതികഠിനതയിൽ ജലാശയങ്ങൾ പൊതുവെ വറ്റിവരണ്ടിരിക്കുന്നു. പ്രതീക്ഷയുടെ പൊൻകിരണം പോലെ ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ വെളിച്ചം നമുക്ക് കാണുവാൻ കഴിയും. അടവിയിലെ കല്ലാറിലൂടെ ഇപ്പോൾ നമുക്ക് നടക്കുവാൻ കഴിയും. നദിയുടെ അക്കരക്കരയിൽ വലിയ വനമേഖലയാണ്. നദിയുടെ മധ്യത്തിൽ നിന്ന് ഞങ്ങൾ അടവിയുടെ സൗന്ദര്യം ഒപ്പിയെടുത്തു. അതിമനോഹരിയാണ് കല്ലാർ. കല്ലുകളെ മുട്ടിയുരുമി തട്ടിത്തലോടി ശബ്ദമുണ്ടാക്കി പോകുവാൻ അവൾക്ക് ഇപ്പോൾ കഴിയുകയില്ല എങ്കിലും വരൾച്ചയിലും വരളാത്ത മനോഹാരിത നമുക്ക് നൽകുവാൻ അവൾക്ക് സാധിച്ചു എന്ന് ഞങ്ങൾക്ക് ഈ മനോഹാരിത കണ്ടപ്പോൾ തോന്നി. അതെ, പ്രകൃതി മനോഹരിയാണ്. അവളെ ആസ്വദിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ നിങ്ങളും അടവിയിൽ എത്തണം, ഒന്ന് ചുറ്റിക്കറങ്ങണം. പത്തനംതിട്ട ജില്ലയുടെ നഗരസിരാ കേന്ദ്രത്തിൽ നിന്ന് 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടവിയിലെത്താൻ കഴിയും. പ്രകൃതിശോഭ ആസ്വദിക്കുവാനും അതിലൂടെ യാത്ര ചെയ്യുവാനും നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. പശ്ചിമഘട്ട മലനിരകളിൽ ഇത്രയും ഹരിതശോഭയുള്ള ഒരു വനമേഖല ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വലിയ മലകളും കുന്നുകളും അരുവികളും പച്ചിപ്പും കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഹരിതശോഭയുടെ പൊൻകാന്തി പരത്തുന്ന പുതിയ ഇടങ്ങൾ തേടി.